ഹലോ ഹായ് നമസ്കാരം. ഡ്യൂൺ പാർട്ട് 2 തിയേറ്ററിൽ പോയി കണ്ടു. പാർട്ട് 1 തിയേറ്ററിൽ പോയി കണ്ടു. അപ്പോൾ പാർട്ട് 2 കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഡ്യൂണിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടണമല്ലോ. ഡ്യൂൺ എന്ന പേരിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു നോവലിനെ അധികരിച്ച് വരുന്ന അല്ലെങ്കിൽ അതിനെ അഡാപ്റ്റ് ചെയ്ത് വരുന്ന മൂന്നാമത്തെ കലാസൃഷ്ടി എന്ന് നമുക്ക് ഈ ഡ്യൂൺ സീരീസിനെ അല്ലെങ്കിൽ പാർട്ട് 1നെയും 2നെയും വിളിക്കാം. ആദ്യം ഒരു സിനിമയാണ് 84 മറ്റോ ഇറങ്ങിയത്. അതിനുശേഷം അതിനൊരു TV സീരീസ് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2021 ഡ്യൂൺ പാർട്ട് 1 റിലീസാവുന്നത്. എനിക്കത് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, മിസ്സായി പോയതായിരുന്നു. അത് കഴിഞ്ഞ് ഡ്യൂണിനെ കുറിച്ച് ഒരുപാട് കേട്ട് കഴിഞ്ഞപ്പോൾ 84 പുറത്തിറങ്ങിയ ഈ പഴയ ആ സിനിമയുണ്ടല്ലോ, അത് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് കാണാൻ ശ്രമിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഓടിച്ചാണ് കണ്ടത്. കാര്യം എനിക്കിത് ഈ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു പോകുന്നു. പിന്നെ കഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വിക്കിപീഡിയ റെഫർ ചെയ്യുന്നു. അതൊരു ഒറ്റ സിനിമയായിട്ടാണ്. അപ്പോൾ ഇതൊരു വലിയ കഥയാണ്, ഇതൊരു എപ്പിക് സ്റ്റോറി എന്നൊക്കെ പറയുന്ന പോലെ അത്രയും ഭയങ്കര കഥാപാത്രങ്ങളും സംഭവങ്ങളും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. അത് ഒറ്റ സിനിമയായിട്ട് എനിക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. പക്ഷേ സംഭവം ഗ്രാൻഡായിരുന്നേ, വിഷ്വലൊക്കെ ഒരു രക്ഷയില്ല പറയാൻ വേണ്ടിയിട്ട്. ആ കാലത്ത് അവരത് ചെയ്തു എന്നുള്ളത് അത് വേറെ ഒന്നും പറയാനില്ല. അഭിനന്ദിക്കുക, അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും 2021 റിലീസായ ആ പടം തിയേറ്ററിൽ മിസ്സായി പോയിട്ടുള്ള ആളുകൾക്ക് അത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഞാൻ പക്ഷേ ആ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു. അതായത് ഈ ഒരു മാസം മുമ്പോ മറ്റോ PVR ലുലുവിൽ അത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 2 വരുന്നതിന് മുമ്പ് പാർട്ട് 1 കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പോയിരുന്ന് കണ്ടു. അവിടെ തൊട്ടേ പറയാം, പാർട്ട് 1 വെച്ച് മാത്രം പറയാം, ഇതൊരു തിയേറ്ററിക്കൽ മസ്റ്റ് വാച്ചാണ്. നിങ്ങളിത് തിയേറ്ററിൽ തന്നെ കാണണം. ഇന്നലെ വെളുപ്പിനൊരു 3 മണി സമയത്താണ് ഞാൻ ഉറങ്ങുന്നത്. രാവിലെ ഒരു 7 മണിക്ക് ഞാൻ എണീക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 10:30 ഷോയ്ക്ക് ക്ഷേണിച്ച് പോയിട്ടാണ് കണ്ടത്. സ്വാഭാവികമായി നമുക്ക് ഉറക്കം വന്നിങ്ങനെ വീഴാൻ പോകേണ്ട പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. മാത്രമല്ല ഇതിൽ ഇത്രയും കഥയും കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് നല്ല ലെങ്ത്തുള്ള പടമാണ്. അപ്പോൾ ഒരു സ്വാഭാവിക ഉറക്കക്ഷീണം ഉണ്ടാവേണ്ടതാണ്. ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ണടഞ്ഞ് പോകാതിരിക്കാൻ ഞാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിലൊരു ഫ്രെയിം പോലും നമുക്ക് മിസ് ചെയ്യാൻ തോന്നൂല. അത്രയും ഗംഭീരമായിട്ടുള്ള വിഷ്വൽസാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. പല ആൾക്കാരും ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ പാർട്ട് വരുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, ആദ്യത്തെ പാർട്ട് കാണാതെ ഇത് കണ്ടാൽ മനസ്സിലാവുമെന്ന്. ഈ സിനിമയെ സംബന്ധിച്ച് നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് കാണുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ വെടിയൊച്ചയൊക്കെ കേൾക്കുമ്പോൾ ഇത് എന്തിനായിരുന്നു, ആരായിരുന്നു എന്നൊന്നും മനസ്സിലാക്കാതെ കാണേണ്ടി വരും. സംഭവം കാണാൻ നല്ല രസമാണ്, പക്ഷേ ഇത് മനസ്സിലാക്കി കണ്ടിട്ടില്ലെങ്കിൽ അതിലൊരു ഗുമ്മില്ല. ബേസിക്കായിട്ട് പറഞ്ഞാൽ സ്പൈസ് എന്ന് പറയുന്ന ഒരു അസംസ്കൃത വസ്തുവിന് വേണ്ടിയിട്ടുള്ള അധിനിവേശങ്ങൾ, പോരാട്ടങ്ങൾ, പിടിച്ചടക്കലുകൾ, ചെറുത്തുനിൽപ്പ്, പിന്നെ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ പ്രവചനങ്ങൾ, വിമോചനങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് എലമെൻറ്റുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വൻ സ്റ്റോറിയാണത്. 1-2 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഡ്യൂണിൻ്റെ ഒരു സ്റ്റോറി എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ സിനിമയെ ഒരു തിയേറ്ററിക്കൽ മസ്റ്റ് വാച്ച് ആക്കുന്ന ഘടകങ്ങൾ ചോദിച്ചാൽ ഇപ്പം തന്നെ ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. വിഷ്വൽ ഒരു രക്ഷയുമില്ല മാൻ. ഇത് തിയേറ്ററിൽ തന്നെ കാണുന്നത്, ഒരു വലിയ സ്ക്രീനിൽ കാണണം. അതൊരു ഗംഭീര വിഷ്വലാണ്. 4K സ്ക്രീനിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ആൻഡ് ഇതിൻ്റെ ഓഡിയോ സൈഡ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഒക്കെ നമുക്കിങ്ങനെ ടോപ്പ് ലെവൽ എന്നൊക്കെ പറയാവുന്നത് പോലെ അത്രയും ഗംഭീരമായിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അത് ആസ്വദിക്കാനുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഇതിലെ പെർഫോമൻസുകൾ ഗംഭീരമാണ്. തിമോത്തി ഷാൽമറ്റ് ചെയ്തിട്ടുള്ള ആ മെയിൻ ക്യാരക്ടർ, പുള്ളിയുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണുന്നതും സെക്കൻഡ് പാർട്ടിലെ ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോഴുള്ള ആ ക്യാരക്ടറും തമ്മിൽ അത്രയും വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഒരു ഗ്രാഫുണ്ട്, അത് പുള്ളി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ആ ചേഞ്ച് ഫീൽ ചെയ്യും. ഇപ്പം പടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും അതിനെയൊക്കെ കുറിച്ചാണ്. ആ മനുഷ്യൻ മാറിയത്, അവൻ്റെ അഹങ്കാരം കണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നുന്ന പോലെ അങ്ങനത്തെ ഒരു ചേഞ്ച് ഉണ്ട്. അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സെൻഡായ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിലെ വളരെ പ്രധാനപ്പെട്ട സീക്വൻസുകളിൽ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മാറുന്നതും പെയിനും ഒരുപാട് കാര്യങ്ങൾ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്കതിൽ എടുത്തു പറയണമെന്ന് തോന്നിയ ഒരാൾ ജാവിയർ ബാഡം എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. പുള്ളിയുടെ പേര് പ്രൊനൗൺസ് ചെയ്തത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, സ്പാനിഷ് പേരാണ്. പുള്ളി ആ സിനിമയിൽ, അതായത് ആ ക്യാരക്ടർ ഗംഭീരമാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഭീകര പോരാളിയാണ്, പക്ഷെ കടുത്ത വിശ്വാസിയാണ്. ബാക്കിയുള്ളവരെയും കൂടി വിശ്വാസികളാക്കി മാറ്റുന്ന അങ്ങനത്തെ ഒരു ആൾ. അപ്പോൾ ആ ക്യാരക്ടറിനെ രസകരമായി അവതരിപ്പിക്കുന്നുണ്ട്. അയാളുടെ ആ സ്ട്രോങ് സൈഡ് നമ്മളെ കാണിച്ച് ഞെട്ടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ഇയാളുടെ ഇടയ്ക്കൊക്കെ ഒരു കോമാളിത്തം എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് പരിഹസിക്കാൻ തോന്നുന്നത് പോലത്തെ ഒരു ബിഹേവിയർ ഉണ്ട് ആ ക്യാരക്ടറിൻ്റെ. അതിനെയും അയാൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റേ സംഭവം വിട്ടുപോയിട്ടില്ല. ഒരു പെർഫോമൻസ് മികവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ VFX സൈഡ്, VFX ഒക്കെ പറയുമ്പോൾ അത് ഓൾറെഡി വിഷ്വലിലേക്ക് വന്നല്ലോ അല്ലേ. വിഷ്വൽ ഗംഭീരം എന്ന് പറയുന്നത് ഇവരുടെ കോസ്റ്റ്യൂം, ഇവരുടെ മേക്കപ്പ്, അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ, ആ വേൾഡ് ബിൽഡിങ്. ശരിക്കും ഡ്യൂൺ പാർട്ട് 1 കാണുമ്പോൾ ഈ പഴയ സിനിമ ഞാൻ ഓൾറെഡി കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എനിക്ക് വീണ്ടും ബോറടിക്കാൻ സാധ്യതയുണ്ട്, ഒരു ഉറക്കം വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ വിചാരിച്ചാണ് തിയേറ്ററിൽ ഇരുന്ന് കണ്ടത്.
പക്ഷേ ആ ലോകത്താണ് പടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് കിളി വരുന്നത്. അതുപോലെ നമ്മൾ ആ ലോകത്തെത്തും, നമ്മൾ അതിൻ്റെ അകത്ത് ജീവിക്കും. അങ്ങനെ നമ്മളെ വിശ്വസിപ്പിച്ച് അതിൻ്റെ അകത്ത് ഇരുത്തുക എന്ന് പറയുന്ന എലമെൻറ്റിന് വേണ്ടി വിഷ്വൽ സൈഡിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മൾ എന്തൊക്കെ വിഷ്വലി കാണുന്നു അതിനൊക്കെ വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ഗംഭീരമായിട്ടുള്ള അപ്രിസിയേഷൻ അർഹിക്കുന്നുണ്ട്. പിന്നെ കഥയുടെ കാര്യം പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് കഥാപാത്രങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ബേസിക് ത്രെഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പിടിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ ഇപ്പോൾ അവതാറിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ വിയറ്റ്നാം കോളനിയിലേക്കൊക്കെ വരുന്ന പോലെ ഒരു പെർട്ടിക്കുലർ റിസോഴ്സിന് വേണ്ടിയിട്ട് ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ അടിമകളാക്കാൻ ശ്രമിക്കുന്നു, അവരുടെ വിമോചനം, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ്, അവർക്കൊരു രക്ഷകൻ ഉണ്ടാവുന്നു എന്നൊക്കെ പറയുന്ന ഒരു ബേസിക് പരിപാടി തന്നെയാണ്. പക്ഷേ കഥാപാത്രങ്ങൾ, അതിൻ്റെ ഒരു ഗ്രാഫ്, പിന്നെ ഈ പറഞ്ഞ വേൾഡ് ബിൽഡിങ്, പിന്നെ കുറച്ച് ട്വിസ്റ്റുകൾ, എല്ലാം കൊണ്ടും സംഭവം നല്ല രസമാണ്. ഇത് എത്ര തവണ കാണണം എന്നുള്ളത് അത് നിങ്ങളുടെ ചോയ്സിന് വിടുന്നു. പക്ഷേ കാണുന്ന ഒരു തവണ അത് നിങ്ങൾ തിയേറ്ററിൽ കാണുകയാണെങ്കിൽ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ കുറച്ചൊരു ക്ഷമ വേണം. ഒരുപാട് ഡയലോഗ്സും ഒരുപാട് ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കാൻ ഒരു ചെറിയ ശ്രമം നടത്തിയാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അതാണ് എനിക്ക് ഡ്യൂൺ പാർട്ട് 2 കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി വായിച്ചതിന് ശേഷം സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.